ഞങ്ങളിപ്പോൾ ആമ്പൽപ്പാടം കാണാനായിട്ട് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പനിച്ചിക്കാട് അമ്പാട്ടുകടവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമ്പൽപ്പാടം. ഇതാണ് ഈ കാണുന്നതാണ് അമ്പൽപ്പാടം. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ്. ഞങ്ങളോടൊപ്പം അജിത്തുണ്ട്, വൈഫുണ്ട്, പ്രൈസി, മമ്മി, പപ്പ, ഹോസ്റ്റ്. അപ്പുറത്തല്ലേ മറിയുന്നത്? ഇതൊക്കെ നെൽപ്പാടങ്ങളായിരുന്നു മുന്നേ അല്ലേ? മുമ്പ് ഇതൊക്കെ നെൽപ്പാടങ്ങളായിരുന്നു മുമ്പ്. അമ്പാട്ടുകടവ് ആമ്പൽപ്പാടത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളിയാണ്. ഈ പനച്ചിക്കാടിൽ 12 മാസവും ആമ്പൽ പൂവുണ്ട്. ഇവിടെ ആമ്പൽപ്പാടമാണ്. ഈ കാണുന്നത് മുഴുവൻ ആമ്പൽപ്പാടമാണ്. മനോഹരമായിട്ട് പൂത്തു നിൽക്കുന്നു. ഈ ഒരു കാഴ്ച കാണാൻ വളരെ മനോഹരമാണ്. രാവിലെ സമയമാണ് ഇവിടെ ഏറ്റവും നല്ലത്. ഉച്ചയായതിനു ശേഷം വരാതിരിക്കുക. 12 മണി വരെ വരാം. 10 മണി വരെയാണ് നല്ല സമയം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമ്പലെല്ലാം മുട്ടായി പോവും. നെൽകൃഷി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആമ്പൽപ്പൂക്കൾ വിരിയും. അതിൻ്റെ സീസൺ കഴിയുമ്പോൾ വീണ്ടും നെല്ല് വരും. പിന്നെ ആമ്പൽ വരും. ഉറപ്പായിട്ട് ഇവിടെ വന്ന് കാണുക. ഇപ്പം നമ്മളോടൊപ്പം സോബിനുണ്ട്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. സോബിൻ, അദ്ദേഹത്തെ പരിചയപ്പെടാം. ഇവിടുത്തെ എങ്ങനെയാ ഏട്ടാ ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ? നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് പനച്ചിക്കാട് ക്ഷേത്രത്തിന് താഴെയായിട്ട് വരുന്നതാണ് അമ്പാട്ടുകടവ്. ഇവിടെ നമുക്കിപ്പോൾ ഈ പാടത്ത് 365 ദിവസവും പൂവുണ്ട്. ഇവിടെ കൃഷിയില്ലാത്ത കാരണം നമ്മളത് സംരക്ഷിച്ച് വളർത്തുന്നുണ്ട്. എപ്പോൾ വന്നാലും നമുക്ക് ബോട്ടിംഗ് ഉണ്ട്. രാവിലെ 6 മണി മുതൽ 10 മണിക്കുള്ളിൽ വരാമെങ്കിൽ നല്ല പൂ വിരിഞ്ഞിരിക്കുന്നത് കാണാം. ഇത് 44 ഏക്കറിലാണ് ഇപ്പോൾ പൂ നമുക്കുള്ളത്. ഒരു രാവിലെ 8 മണി 9 മണിക്ക് മുന്നേ വരാമെങ്കിൽ വലിയ വെയിലൊന്നും കൊള്ളാതെ നമുക്ക് യാത്ര ചെയ്യാം. ഒരാൾക്ക് മുതിർന്നവർക്ക് 100 രൂപ വെച്ചാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത്. കുട്ടികൾക്ക് ചാർജ് മേടിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു.